ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാണ്. ഇന്നലെ പുലർച്ചെ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ആയിട്ടും ഒരു സെക്കൻഡ് പോലും നിർത്താതെ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ. ഇരുട്ടാണ് അകത്തെല്ലാം. രാവിലെ 8:30 സമയം വന്നിട്ടും അകത്തെല്ലാം നല്ല ഇരുട്ടാണ്. കുറച്ച് നേരം മഴയെല്ലാം ആസ്വദിച്ച് പുറത്തിരിക്കുക, കുറച്ച് നല്ല ശുദ്ധമായി ശ്വസിക്കാമെന്നെല്ലാം വിചാരിച്ചിരുന്നതാണ്. പക്ഷെ തണുത്ത് വിറക്കുന്ന കിട്ടുക. ഭയങ്കര മഴയായതുകൊണ്ട് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പെയ്താലുണ്ടാവുന്ന ആ ഒരു തണുപ്പുണ്ടല്ലോ അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ, അങ്ങനെ ഇങ്ങനെ തണുത്ത് ചിലക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ വേഗം ഉള്ളിലേക്ക് ഓടാമെന്ന് വിചാരിച്ചു. നമ്മുടെ മുറ്റത്ത് അന്ന് പൈപ്പെല്ലാം ഇട്ടില്ലേ, വെള്ളത്തിനെല്ലാം പിടിച്ച് അങ്ങ് കൊണ്ടാക്കിയില്ലേ, അതുകൊണ്ട് മുറ്റത്ത് വെള്ളമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്ത് ഫുള്ള് വെള്ളം നിറയേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ കണ്ണിന് എന്തോ ഒരു പണി കിട്ടീന്. ഈ കണ്ണ് കുറച്ച് ചെറുതായിട്ടുള്ള. രാവിലെ എണീക്കുമ്പോൾ രാത്രി നല്ലോണം ചൊറിയുന്നുണ്ടായിനെ. രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുണ്ട്. ഇപ്പം കുറച്ച് ബെറ്ററാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് ശരിയാവുമായിരിക്കും. രാത്രി ഒരു 3 മണിയാകുമ്പോൾ ഞാൻ അറിഞ്ഞതാണ്, കറണ്ട് പോയിട്ടുണ്ടായിന്. അപ്പം അറിഞ്ഞതാണ്. പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. 5 മണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉറങ്ങിയത്. ചിലപ്പോൾ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാവാത്ത അതിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ണിന് കാണുമല്ലോ, അതാണോന്നും അറിയില്ല. എണീച്ച പാടിൽ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാവുക, അതെല്ലാം പൊളിച്ചിട്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 1.5 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിനി. ഞാൻ ഫസ്റ്റ് എണീച്ച പാട് മുട്ട കഴിക്കും, എന്നിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ, ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. അതായത് ഫസ്റ്റ് കഴിക്കുന്നതിൻ്റെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ ശീലമാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിന്. അത് ഒന്ന് സെറ്റാക്കി ഇടുവോന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അമ്മ അവിടുന്ന് ദോശ ഇടുന്നുണ്ട്. അപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിച്ചോട്ടിക്ക് സ്കൂളല്ല അംഗനവാടി ഉണ്ട്, പക്ഷെ വിടുന്നില്ല. നല്ല അത്രയും മഴയല്ലേ. ഇനിയിപ്പോൾ കോൾഡൊന്നും പിടിച്ചാൽ കയ്യില്ല. അടുത്ത ആഴ്ച നിച്ചോട്ടിക്ക് പരിപാടിയെല്ലാം ഉള്ളതാണ് അംഗനവാടിയിൽ. അതുകൊണ്ട് പിന്നെ ഇന്ന് വിടണ്ടെന്ന് വിചാരിച്ചു. തലേ ദിവസം ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിന്. അന്ന് കാര്യമായിട്ട് മഴയും ഉണ്ടായിട്ടാണ്. അത് പണ്ടേ അങ്ങനെയാണെന്നല്ല, കളക്ടർ ലീവ് പ്രഖ്യാപിച്ച ദിവസം മഴയുണ്ടാവില്ലേ, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ദിവസമായിരിക്കും നമുക്ക് ഭയങ്കര മഴയുണ്ടാവും. അത് എപ്പോഴും ഉള്ളതാണ്. ഇപ്പം അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കിച്ചണിലൊന്ന് രാവിലെ തന്നെ തുടച്ച് വൃത്തിയാക്കി ഇടാന്ന്. ഇത് ഞാൻ പണ്ട് രാത്രി സ്ഥിരം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും രാത്രി ഇത് ചെയ്യാനും ഞാൻ കിടക്കുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം രാത്രി ആവുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് മെയിൻ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം അധികമാണ്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. വേറെ ബുദ്ധിമുട്ട് അധികമൊന്നും ഇല്ലെങ്കിലും വേഗം ടയേർഡാവുന്നു. എപ്പോഴും ക്ഷീണമല്ല, എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ടയേർഡാവുന്നു. ഒരു രാവിലെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഒരു ടയേർഡ്നെസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ക്ലാസ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്തല്ലോ, അവിടെ എല്ലാം ചടപടാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ചപ്പാത്തി കഴിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ അത് കുറേ ബാക്കിയുണ്ട്. അത് എൻ്റേത് മാത്രമല്ല, ഏട്ടനും 2 അങ്ങനെ കഴിച്ചിട്ടു. അങ്ങനെ എല്ലാവരും കുറച്ച് കഴിച്ചപ്പം ബാക്കിയായി. അപ്പോൾ രാവിലെ ദോശക്ക് പകരം ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനും എനക്കും ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ എന്തായാലും ചപ്പാത്തിയാണ് ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ദോശ കഴിക്കേണ്ട ചപ്പാത്തി തന്നെ കഴിക്കാമെന്ന്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആവി കയറ്റിയാലാണ് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ എന്നാലും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് മാത്രം ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ വെജിറ്റബിൾ മസാലയൊക്കെ ഇട്ടിട്ട് വെച്ചൊരു ഗ്രീൻ പീസ് കറിയാണ്. ക്യാരറ്റെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കറിക്ക്. അപ്പോൾ അതും ചപ്പാത്തിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ്. വാവേ, തണുക്കുന്നുണ്ടാ? നല്ല തണുപ്പുണ്ടടാ. അതെയാ, കുറേ നേരം ഉറങ്ങിപ്പോയാ എൻ്റെ പൊന്നെ. വേഗം എണീച്ചിനാ? ചായ കുടിച്ചണ്ടേ? തിന്നണ്ടേ? ഇന്ന് അംഗൻവാടി പോണാ? എന്ത് പോവാത്തടാ? മഴയായോണ്ടാ? എടാ ചുമ്പിരി, മഴയായോണ്ട് നമുക്കിന്ന് കെട്ടിപ്പിടിച്ചിരിക്കാം അല്ലേ? നിച്ചുൻ്റെ ടീച്ചർ കാണുന്നുണ്ടാവും. കള്ളിപ്പെണ്ണി, മഴയായോണ്ട് വീട്ടിലിരുന്ന് നെല്ലി അംഗൻവാടിയിൽ വരാണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും ടീച്ചർ. കുച്ചുട്ടി. അപ്പം എണീച്ചു വന്നേ. എൻ്റെ കണ്ണ് കുറച്ച് വിടർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വിടരാൻ ബാക്കിയുണ്ട് അത്രേ. അമ്മേൻ്റെ കണ്ണ് ചെറുതായി പോയിന് പൊന്നാ. എൻ്റെ മോളോട് പറയാൻ മറന്നുപോയി അമ്മക്ക്. ഈ കണ്ണ് രാവിലെ എണീക്കുമ്പോൾ ചെറുതായി പോയിന് പൊന്നാ. അമ്മൂ, നിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഞാൻ കഴിച്ച് അപ്പോഴേക്ക് നിച്ചു വന്ന്. നിച്ചുവിന് ദോശയാണ്. നിച്ചുവിൻ്റെ കണ്ണ് ഉണ്ട കണ്ണാണ്. അമ്മേൻ്റെ കണ്ണ് പോലത്തെ ഉണ്ട കണ്ണ്. അമ്മേൻ്റെത് ഇപ്പോൾ ചെറുതായിപ്പോയി.
എന്റെ വാവക്ക് 5 മാസം ആവലായി. നിച്ചോട് കിടക്കേ ചോദിച്ചോണ്ടിരിക്കലാന്ന്. അമ്മ വാവ എന്താ വരാത്ത? അംഗൻവാടിന്ന് വന്നാട് ചോദിക്കുവേ, ഇന്നത്തെ സർപ്രൈസ് വാവയാ? ഞാൻ പറയും ആയിട്ടില്ല, വന്നില്ല, നിച്ചു ചേച്ചിനെ കൂട്ടാണ്ട് വരൂല. നമുക്ക് 5ാം മാസം തുടങ്ങിയേ. എല്ലാവരും ഇടക്കിടക്കേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയായി എന്നുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ചെക്കപ്പിന് പോകണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനോമലി സ്കാൻ ഉണ്ടാവുമായിരിക്കും. ഈ മാസം 5ാം മാസത്തിലുണ്ടല്ലോ സ്കാന്. അപ്പോൾ അതെല്ലാമാണ് പ്രഗ്നൻസിന്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ ബാക്കി ചപ്പാത്തി ചൂടാക്കാൻ വന്നതാണ്. പിന്നെ നിച്ചുട്ടിക്ക് ദോശ ഇടാൻ അമ്മമ്മ വന്നപ്പോൾ പറഞ്ഞു, അമ്മ ചുട്ടാൽ മതി, എനിക്ക് പൂച്ച ദോശ വേണം, ആന ദോശ വേണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മ പറഞ്ഞു, നിന്റെ അമ്മേനെ ഇട്ടോട്ട്, പൂച്ചേനെ ആനേനൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഏട്ടൻ്റെ ചപ്പാത്തി ഒന്ന് ചൂടാക്കട്ടെ. എന്നിട്ട് നിച്ചുട്ടിക്ക് പൂച്ചേനെ ആനേനെല്ലാം ചൂടാൻ നമുക്ക്. ഇപ്പം കുറച്ച് നാളായി ഈ കലാപരിപാടി ഇല്ലാത്തതിന്. ചുട്ടി കുറച്ചും കൂടെ കുഞ്ഞതായിരിക്കും എപ്പം പൂച്ചദോശയും ആനദോശയും വേണമെന്ന് പറയേ. ഇപ്പം അത് മറന്നിട്ടുണ്ടായോ ഒന്ന്. ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയോ ഓർമ്മ വന്നെയാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് ആനേനെല്ലാം വരച്ചിട്ട് ചുടുന്നത്. എനിക്ക് ചിത്രം വരക്കാൻ തീരെ കഴിവില്ലാത്ത ആളായിരുന്നു. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്കില്ല് പഠിച്ചെടുക്കുമെന്ന് പറയില്ലേ, അതുപോലെയാണ് എൻ്റെ കാര്യം. എനിക്ക് അത്ഭുതം, ഞാൻ ഇങ്ങനെയെല്ലാം ദോശ കൊണ്ടല്ലോ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുമോ എന്നുള്ള അത്ഭുതം. അപ്പോൾ ആദ്യം തന്നെ മുയലിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു മുയലിന് ഒരു കൊമ്പേ ഉള്ളൂ അല്ലേ, ഒരു കൊമ്പ് അപ്പുറത്തുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കാണാത്തതായിരിക്കും എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂച്ചേനെ ചുട്ടു. അങ്ങനെ 1-2-3 എണ്ണത്തിൻ്റെ വെറൈറ്റി ചുട്ട് കഴിഞ്ഞാലാണ് ഇഷ്ടത്തോടെ അതിന് കൊമ്പ് വാല് എന്ന് പറഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ ഒരു പൂച്ചയായി, മുയലായി. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഒരു കുഞ്ഞിപ്പുഴുവിനെ വേണമേ, നമ്മളെ കാർട്ടൂണിലുണ്ടാവുന്ന കുഞ്ഞിപ്പുഴുവെന്ന്. അപ്പോൾ ഒരു കുഞ്ഞിപ്പുഴുവിനും കൂടെ ചുട്ടിട്ടുണ്ട്. ഏതായാലും വേഗം ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പഞ്ചായത്ത് വരെ വന്നതാണ്. എനിക്കിന്ന് TT എടുക്കേണ്ട ദിവസമാണ്, 2nd ഡോസ് TT എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ പാപ്പിനിശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. നിച്ചുട്ടിനെ കൂട്ടിയിട്ടാണ്, ഞാനും ഏട്ടനും കൂടെ വന്നതാണ്. പിന്നെ പല്ലിൻ്റെ അടുത്തും പോകണം. ഇവിടെ ഉള്ള ഒരു കമ്പി ജസ്റ്റ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, കുത്തിപ്പോന്ന് പേടിയാവുന്നു. അതും ഒന്ന് ചോദിക്കണം, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം മഴയില്ല, ആ ഗ്യാപ്പിൽ വേഗം ഒന്ന് പോയിട്ട് വരട്ടെ. TT കൈക്കാന്നോ ബാക്കിലാന്നോ അറിയില്ല. അവിടെ ഈ ഇങ്ങനത്തെ കൈ ഇട്ടിന് എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ പൊക്കി വെച്ചിട്ട് വേഗം എടുക്കാമല്ലോ. അപ്പം ഞാൻ പോയിട്ട് തിരക്കുണ്ടോ നോക്കിയിട്ട് വരട്ടെ. OP ടിക്കറ്റെല്ലാം എടുത്ത് ബുക്ക് എടുക്കാൻ പറഞ്ഞിന്. ആശാ വർക്കർ തരുന്ന അതെല്ലാം എടുത്തിട്ടുണ്ട്. തിരക്കുണ്ടാവും അറിയില്ല. ഇന്ന് പിള്ളേരെ വാക്സിനും ഉണ്ടെങ്കിൽ തിരക്കുണ്ടാവുമായിരിക്കും. കയറി നോക്കട്ടെ. അവിടെ പോകുമ്പോൾ തന്നെ തിരക്കൊന്നും കാണാത്തതുകൊണ്ട് ഭയങ്കര ആശ്വാസം ഉണ്ടായത്. വേഗം ആവുമായിരിക്കുമല്ലോ, ആരുമില്ല, ഒരു 2 ആളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ പോയാടെ. അപ്പോൾ ഞാൻ ചോദിച്ചു 5 മിനിറ്റ് കൊണ്ട് വേഗം പരിപാടി തീരുമല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കുറേ നേരം ഇരിക്കേണ്ടി വന്നോട്ടെ, ഇരുന്നിരുന്ന് മടുപ്പ് പിടിച്ചു ലാസ്റ്റ്. അയ്യോ, കട്ട പോസ്റ്റ് പറഞ്ഞാൽ കട്ട പോസ്റ്റ് കേട്ടാ. നമ്മളെ ഈ അണ്ടർ പാസ് ഓപ്പൺ ആക്കിയിട്ടാ, ഇതാ കൂട്ടിൻ്റെ ഉള്ളിലാന്നുള്ളത് പഞ്ചായത്തുള്ള. കുറേ സമയം എടുത്തു. അവിടുന്ന് നമ്മള് അവിടെ നിന്നിട്ട് എത്ര സമയമായിട്ട്, ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അല്ലേ ഹോസ്പിറ്റലില്. ആരും ഉണ്ടായിട്ടില്ല, ഒറ്റ ഒരാളെ എനിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇത്രയും സമയം എടുത്തു. എന്നാമോ സ്ലോ ആക്കിയിട്ട്, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ, പിന്നെ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തു. കൊയിലിൽ പോയി കഴിഞ്ഞാൽ ടക്ക് എന്നിട്ട് ഒരു കുത്ത് കുത്തിയിട്ട് വിടേണ്ട സമയമായി. കുറേ സമയം എടുത്ത് പിന്നെ എൻ്റെ പല്ലിൻ്റെ അടുത്ത് പോയിട്ട് അതും ഒന്ന് ശരിയാക്കി. അപ്പോഴേക്ക് സമയം ഇതാ 12:54, 1 മണിയാവാനായി. 10:45 നമ്മൾ അവിടെ എത്തിയതാ. പെട്ടുപോയി, വിശക്കുകയും ചെയ്യുന്ന, ക്ഷീണം പിടിച്ച് ഒന്നും പറയണ്ട. ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പോട്ടെ. നമ്മളമ്മേനെ പറ്റിച്ചു. നീ എല്ലാം അമ്മയോട് ദേഷ്യം പിടിച്ചിട്ട് വന്നിനി. പിന്നെ നീ എല്ലാം പറഞ്ഞ എനിക്ക് അച്ഛനെ മാത്രം മതിയെന്ന്. വേണ്ട പറഞ്ഞിനി, അമ്മേനോട് ഇഷ്ടമില്ല പറഞ്ഞിനി. അമ്മേനെ മുടി കെട്ടാൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അമ്മ പഞ്ചായത്ത് ഇറങ്ങുമോ ഇങ്ങോട്ട് വരുന്നില്ല. അച്ഛൻ മാത്രം മതി. അത് എനിച്ചോ വീട്ടിലെത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ വീണ്ടും പഞ്ചായത്തേക്ക് പോവുമെന്നേ. നിച്ചുട്ടിനെയും കൂട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവുമെന്ന്. ഗസ്റ്റ് ആരാന്ന് വന്നിട്ട് കാണിച്ചു തരാം. നിച്ചുട്ടി അതാ നമ്മളെ പുതിയ അണ്ടർപാസ്, അതാ അത് തുറന്നു. അതാ മുമ്പിൽ നോക്ക്, വണ്ടി കയറി നോക്കിക്കോ. അതിന്റെ ഉള്ളിലേക്ക് കൂടെ പോകുന്നത്. അന്ന് പണിയെടുക്കുന്നുണ്ടായത് ഇപ്പൊ പൂർത്തിയായി. ഇതാ കണ്ടാ, ഇതിന്റെ ഉള്ളിലേക്ക് കൂടെ കയറുന്നുണ്ടാ. ഇപ്പുറത്തും ഇപ്പുറത്തെല്ലാം പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് തുറന്നു തന്നു.
ഇതാ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടേ. എൻ്റെ അമ്മാവനും അമ്മായിയും പിള്ളേരുമാണ് കേട്ടോ വരുന്നത്. ഓടല്ല ആളു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അമ്മായി ഹായ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പോകുമ്പോ വീഡിയോ എടുക്കുന്നു. ഓന് എക്സ്ക്ലൂസീവ്ലി എടുക്കും വന്നാല്. ഹായ് മാളു. മാളു ഓടി രക്ഷപ്പെടുമെന്ന്. അമ്മമ്മ ഹായ്. വരുമ്പോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ ഓർമ്മ വന്നേ. സുഖല്ലേ? എന്തുണ്ട് പറശ്ശിനി പോയിട്ട്? പറശ്ശിനി പോയിട്ട് നല്ല അടിപൊളി, നല്ല അന്തരീക്ഷം. ഒരുപാട് പിന്നെ കുറെ ആൾക്കാർ ഫോട്ടോ, മുത്തപ്പന്റെ ഫോട്ടോ എല്ലാം ഇതിലോ അമ്പലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്ന് തോന്നുന്നു. എന്നിട്ട് മുത്തപ്പന്റെ കൂടെയും തിരുവപ്പന്റെ കൂടെ ഒക്കെ അതിന്റെ കൂടെ പ്രദർശനമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം. ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് സന്തോഷം. ഇത് എവിടുന്ന കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇത് അവിടെ തിളങ്ങുന്ന അമ്മാവന് ഇങ്ങനെ നോക്കുകൊണ്ട് ഇവിടെ തിളങ്ങുന്നു. അതുപോലെ അമ്മാവന് തിളങ്ങുന്നുണ്ട്. പാരമ്പര്യം. ഇവർ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വന്ന ഉടനെ വർത്താനം പറഞ്ഞ് ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരമല്ലേ ഉള്ളൂ താനും. ഇവർ പറശ്ശിനി പോയിട്ട് നേരെ വന്നതാണ്. ഇനിയിപ്പോൾ കാഞ്ഞങ്ങാടേക്ക് തിരിച്ചെത്തണ്ടേ, അതുകൊണ്ട് വേഗം ഇറങ്ങുകയും വേണ്ടേ. അതുകൊണ്ട് അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് നമ്മൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. ധർമ്മശാല വരെ കൊണ്ടുവിടണം. അപ്പോൾ കൊണ്ടുവിട്ടിട്ട് വരാം. കൊണ്ടുവിട്ടിട്ട് നേരെ കുറേ ഡ്രസ്സ് കാണുന്നല്ലോ. ഇത് അടുത്ത ദിവസമാണ് നമ്മൾ നിച്ചൂട്ടിനെ അംഗനവാടിയിൽ വിട്ടിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അമ്മക്കൊരു സാരി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം അമ്മക്ക് കുറേ ആയി സാരി എടുത്തിട്ട്. പണ്ട് സ്ഥിരം സ്കൂളിൽ പോകുന്ന സമയത്തും ഫംഗ്ഷനും എല്ലാം എടുക്കുന്നതല്ലേ. ഇപ്പം കുറേ ആയി എടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഫംഗ്ഷൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അമ്മക്കൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയും അച്ഛനും പോയിട്ട് മാത്രം എടുത്തിന് കേട്ടോ. 1-2 പ്രാവശ്യം അതിൻ്റെ ഇടയിൽ ഇത് എനിക്ക് അമ്മേനെ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമില്ല. എന്ന് വെച്ചാൽ അമ്മക്കൊരു ഇതുണ്ട്, ചില കളർ മാത്രമേ അമ്മക്ക് പിടിക്കൂലൂ, ബാക്കിയൊന്നും മാച്ചാവൂല. അത് അമ്മേൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടാവുമേ ബാക്കി കളേഴ്സ് എല്ലാം. പക്ഷെ അത് എനിക്ക് ചേരൂല എന്ന് വിചാരിച്ചിട്ട് ഇടൂല. പക്ഷെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് എടുക്കാം, എന്നാലേ അമ്മ നല്ലത് എടുക്കൂലൂ, നല്ല കളർ എടുക്കൂലൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ നോക്കി. ഫസ്റ്റ് സിൽക്ക് നോക്കി. ഇതൊരു സെമി ജൂട്ട് മോഡലാണ്. ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സിൽക്കിൽ കുറേ എണ്ണം നോക്കിയിട്ട് അത് പിന്നെ കോമൺലി നമുക്ക് എല്ലാം ഉള്ള കളേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ടായിന്. ഒരു ഗ്രീൻ ഉണ്ടായിന്, ഒരു പിങ്ക് ഉണ്ടായിന്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ടായിന്. ആ 3ഉം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അധികം ഡാർക്കും അല്ല, എന്നാൽ നമുക്കൊരു കല്യാണത്തിനെല്ലാം പോകുമ്പോൾ എടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു 3 ഷെയ്ഡാണ് കേട്ടോ ഉണ്ടായേ. എനിക്കിത് 3 ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഏട്ടൻ ഓറഞ്ച് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അച്ഛന് പച്ച ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഓരോരാൾക്ക് ഓരോന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സാരി നമ്മൾ എടുത്തു വിട്ടു. അപ്പോൾ അത് ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ കണ്ടോണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. എന്നിട്ട് 1-2 സാരിയും കൂടെ നോക്കി. പിന്നെ ഏതായാലും ഫൈനലൈസ് ചെയ്തിട്ട് നേരത്തെ കണ്ടുപിടിച്ച് അതന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് ആ 3 കളറിലൊന്നാണ് എടുത്തത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ കാപ്പിയെല്ലാം തന്നു അവരവിടുന്ന്. നല്ല സർവീസാണ് കേട്ടോ. അടുത്ത് എന്ന് വെച്ചാൽ നമ്മളെ കുറേ ചേച്ചിമാരുണ്ട് അവിടെ, നമുക്ക് പരിചയമില്ലേ. അപ്പോൾ ചേച്ചി ഓടി വന്നിട്ട് കാപ്പിയെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞു കേട്ടോ, മോളെ എന്നെല്ലാം വിളിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിച്ചൂട്ടിക്ക് ഒരു ഉടുപ്പെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയേ. നിച്ചൂട്ടിക്ക് അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം ഉടുപ്പെടുത്തിട്ട് കുറേ ആയി. ഓൺലൈനായിട്ട് ഇങ്ങനെ മീഷോ ഒന്നെല്ലാം ഇങ്ങനെ വാങ്ങുന്നതല്ലാണ്ട് ഇങ്ങനത്തെ നല്ല ഉടുപ്പെടുത്തിട്ട് കുറേ ആയി. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറി. പിള്ളേരെ സെക്ഷനിൽ കയറിയാൽ പിന്നെ നമുക്ക് അവിടുന്ന് കൺട്രോൾ കിട്ടൂലല്ലോ, അതല്ലേ പ്രശ്നം. കുഞ്ഞു മക്കൾ ഉടുപ്പെല്ലാം ഉണ്ടായിട്ട് എന്ത് രസമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം നമ്മളെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ 1-2 സാധനം കൊണ്ട് മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് ഫുഡും കഴിച്ച് എന്നിട്ട് തിരിച്ചു പോകുമെന്ന് വീട്ടിലേക്ക്. അപ്പോൾ അച്ഛനും അമ്മയും ഒന്നപ്പുറം വരെ പോയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഞാനും ഏട്ടനും കൂടെ വെയിറ്റ് ചെയ്യുന്നു, വണ്ടിയിൽ കാത്തിക്കുന്നു. ഇപ്പോൾ 1:45 സമയം. നിച്ചൂട്ടീനെ കൂട്ടാൻ 3:15 എല്ലാം കഴിയുമ്പോഴേക്കാണ് പോകണ്ടേ. അപ്പോഴേക്ക് എത്തിയാൽ മതി. അതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മോളെയും കൂടെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഓക്ക് ഭയങ്കര മുഷിപ്പായിരിക്കും. അത് വെച്ചാൽ നമ്മൾ വേറെ ഷോപ്പിൽ പോയി സാരി ഷോപ്പിങ്ങിനൊന്നും ഇപ്പോൾ ഓക്ക് തീരെ ഇഷ്ടമല്ല. കുറേ നേരം ഇങ്ങനെ നിൽക്കൂലേ, ബോറടിക്കൂലേ പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തത് കേട്ടോ. നാളെ സൺഡേ എനക്കും എല്ലാം വേറെ പരിപാടിയുണ്ട്. പിന്നെ അടുത്ത സാറ്റർഡേയിൽ ഏട്ടന് ഫ്രീ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഡിലേ ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ന് മോളെ കൂട്ടാണ്ടങ്ങ് പോയത്. പക്ഷെ ഓളില്ലാത്തതുകൊണ്ടൊരു സുഖമില്ല അല്ലേ ഏട്ടാ. ഓളില്ലാത്തോണ്ട് അച്ഛനും അമ്മയും എല്ലാരും പറയുന്നുണ്ട്, കാണാൻ തോന്നുന്നു. അച്ഛനും അമ്മയും എല്ലാരും പറയുന്നുണ്ട് ഓള് ഉണ്ടായി കഴിഞ്ഞാൽ ഓക്ക് മുഷിയും, പക്ഷെ ഓളില്ലാത്തോണ്ട് ഒരു സുഖമില്ലാന്ന്. അപ്പൊ അമ്മക്ക് സാരി നിച്ചൂട്ടിക്ക് ഉടുപ്പെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ? അല്ലെങ്കിൽ കരച്ചിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ പോകുമ്പോ ഒരു മടി ഉണ്ടാവേ, അമ്മ വാ അമ്മ വാ എന്നെല്ലാം പറയലുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് ചെറുങ്ങനെ കരഞ്ഞു പോലും. എന്നാലും സാരില്ല, ഇനിയിപ്പോ നാളെ ലീവാണല്ലോ, സൺഡേ ലീവാണ്. മേടിച്ച സാരിയും നിച്ചൂട്ടിന്റെ ഉടുപ്പെല്ലാം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ.
നിച്ചുവിന് എന്തെല്ലാം സർപ്രൈസ് നോക്ക്. വാ ഇങ്ങോട്ട് വാ. ആ തിന്നണ്ട സർപ്രൈസ് വേറെ ഉണ്ട്. ഇത് അമ്മമ്മേന്റെ സർപ്രൈസ്. നല്ലുണ്ട് ഉണ്ട്. എനിക്ക് പോക്കറ്റെല്ലാം ഉണ്ട് വെച്ചിട്ടിതാ. ഫോണെല്ലാം വെക്കാൻ നടുക്ക് 2 പോക്കറ്റ്. ഇത് പിടിക്കേ മോള് മേത്ത് വെച്ചേ. തിരിച്ചു പിടിക്ക്. തിരിച്ച് ഇങ്ങനെ ഇത് പിടിച്ചു നോക്ക. അമ്മ പോക്കറ്റ് കാണിച്ചാൽ ഇത് പിടിക്ക്. ഇത് പിടിക്ക്. ഒരു ഉടുപ്പ്. ഇത് യെല്ലോ ഉടുപ്പുണ്ട്. ഒരു ചെക്ക് ഉടുപ്പുണ്ട്. ഇത് വൈറ്റ്. ഇത് അച്ചക്ക് ഇഷ്ടായത്. നിലത്തിടല്ലോ പോന്നെ. അപ്പൊ നിച്ചുട്ടിക്ക് വാങ്ങിയ ഉടുപ്പുകൾ ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാ ഇതെല്ലാമാണ്. ഇതൊന്ന്. ഇത് അമ്മക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയത്. അച്ഛനും ഇഷ്ടമായി ആദ്യം പറഞ്ഞു. പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഒരു ഉടുപ്പ്. പിന്നെ നിച്ചൂട്ടിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. യെല്ലോ കളറ്. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്ക്. ഇങ്ങനത്തെ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ കേട്ടോ. നിച്ചൂട്ടി ഇപ്പം മറ്റേ പാർട്ടി വെയർ ടൈപ്പ് ഒന്നും ഇടില്ല. അതുകൊണ്ട് ഈ ഒരു യെല്ലോ എടുത്തു. ഒരു മാമ്പഴ മഞ്ഞ നല്ലുണ്ട് കാണാൻ. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമായി. ഏട്ടനും അമ്മക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് ഇതെടുത്തത്. ഒരു ഫുൾ പ്രിന്റ്. ഇതിനൊരു ബെൽറ്റെല്ലാം വരുന്നുണ്ട്. ഒരു ഗ്രേ കളറിലുള്ള ഒരു ബെൽറ്റും. ഇതാണ് 3rd ഉടുപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. സാരി നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അതിലിതാ ഈ സാരിയാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇതാ ഈ ഒരു സാരിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഓറഞ്ചിനെക്കാളും കുറച്ച് നല്ല രസമുള്ള ഓറഞ്ചാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ 3 ഷെയ്ഡ് ഉണ്ടായിനെ. ഇതും പിന്നെ ആ ഒരു പച്ച. ആ പച്ചയാണ് അച്ഛന് ഇഷ്ടമായത്. എനിക്കും നല്ല ഇഷ്ടമായി. നമുക്ക് ചേരും നല്ലോണം ആ പച്ച. പക്ഷെ അമ്മക്ക് പച്ച ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ അതെടുത്തിട്ട. പിന്നെ പിങ്ക് അതും എനിക്ക് ഇഷ്ടമായി. അത് പിന്നെ കോമൺ ആയിട്ട് അമ്മക്ക് കുറേ ഉള്ളതാണ്. ഈ ഒരു കളർ അമ്മക്ക് അധികം ഇല്ല. എൻ്റെ കുക്കർ അടിക്കുന്നുണ്ട്. അത് ഓഫാക്കട്ടെ. ഈ ഒരു കളർ നമുക്ക് അധികം ഇല്ല. പണ്ടൊരു ഓറഞ്ച് ഉണ്ടായിനെ. അതിപ്പം മോശമായി. കുറച്ച് പഴയതായി. അപ്പം ഇല്ലാത്ത കളറിനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതെടുത്തത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും നിച്ചുട്ടി കുറച്ച് ഇന്നവേഴ്സും അങ്ങനത്തെ എല്ലാം മേടിക്കാനുണ്ടായിനെ. അതെല്ലാം പോയിട്ടാണ്. പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു നല്ല ചോറ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേലൊരു വൃന്ദാവനോ അങ്ങനെ എങ്ങാണ്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നോൺ വെജ് കിട്ടും കേട്ടോ. ഫിഷ് ഫ്രൈയോ അതെല്ലാം ഉണ്ടാവും. പക്ഷെ നല്ല മീൽസ് കിട്ടും അവിടെ. അതെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. നിച്ചൂട്ടിയും വന്നു. അങ്കമാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. നമ്മൾ 2:15 എത്തി. നിച്ചൂട്ടിനെ 3:30 കൂട്ടാൻ പോകണമല്ലോ. എത്തി കൂട്ടിയിട്ട് വന്നിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ വില്ലുമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേ. വേഗം വരും. അപ്പോൾ എനിക്കൊരു സാധനം തിന്നാൻ കൊതിയായിപ്പോയി. അതിനാണ് കുക്കർ അടിച്ചിട്ട് ഇപ്പം ഞാൻ ഓടിപ്പോയത്. എന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കുക്കറിൽ മുട്ട പുഴുങ്ങാൻ ഇട്ടതാണ്. അത് വെച്ചിട്ട് ഇനി ഉണ്ടാക്കണം അത്രേ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് വന്നൊരു പൂതിയാണ് മുട്ട ബജി കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പെട്ടെന്ന് തന്നെ ഓടി പിടിച്ചാക്കാന്ന് വെച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ബാറ്റർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയും പൊഴുങ്ങി വെച്ചിട്ടുണ്ട്. വേഗം ആവും ചെയ്യുമല്ലോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പല്ലിന് ബ്രേസസ് ഇട്ട വീഡിയോയിൽ പല്ല് പൊരിക്കല് എന്ന് പറഞ്ഞിട്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആളല്ലേ അങ്ങനെ പല്ല് പൊരിക്കല് എന്നെല്ലാം പറയുന്നതെന്ന്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ സ്ലാങ് ആണ് കേട്ടോ. അത് കണ്ണൂർ തന്നെ എല്ലായിടത്തും ഒരുപോലെയല്ല. നമ്മുടെ ഉള്ളോട്ടുള്ള നാട്ടിൽ നല്ല ലോക്കലായിട്ടുള്ള സ്ലാങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഞാനത് ആർട്ടിഫിഷ്യലി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കലും ഇല്ല കേട്ടോ. കുറച്ചെല്ലാം എൻ്റെ അത് മാറിയിട്ടുണ്ട്. മൈൽ സ്റ്റോണിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് മാറ്റലുണ്ടായിനി. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് എന്തായാലും അതല്ലേ വരൂ. 10-30 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ സ്ലാങ് വരുന്നത്. വായിൽ ആയിക്കോണ്ട് വരുന്നുണ്ട്. അവർ പോയപ്പോൾ കേട്ടോ ഓർമ്മ വന്ന് വെറുതെ അടുക്കളയിലേക്ക് വന്നത് എന്താ തിന്നാനുള്ളത് നോക്കിയിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് മുട്ട ബജി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മുട്ട ബജി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും ആക്കിയിട്ട് 3 മുട്ട. അപ്പോൾ 6 എണ്ണം ആവുമല്ലോ. എല്ലാവർക്കും ഓരോന്ന് എടുക്കാമല്ലോ. അങ്ങനെ ബാക്കിയുള്ള മാവിനെ ഞാൻ ഇവിടെ വെറുതെ നിച്ചൂട്ടിക്ക് ഇങ്ങനെ പൊരി ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചൂടോടെ കഴിക്കട്ടെ. അപ്പോഴേക്കും അവർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഇനി ശരിക്കുള്ള കുളിയെല്ലാം ബാക്കിയുണ്ട് അത്രയും വൈകുന്നേരത്തെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.